തൊണ്ടി മുതൽ തിരിമറി നടത്തി ശിക്ഷിക്കപ്പെട്ട് അയോഗ്യനാക്കപ്പെട്ട ആന്റണി രാജുവിൻ്റെ വിധി വളരെ ദൗർഭാഗ്യം തന്നെ. ഇത് കേവലം ആന്റണി രാജുവിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തെ ബാധിക്കുന്ന വിഷയവുമില്ല. മറിച്ച് ഇടതു മുന്നണിക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ഒരു കോടതി വിധി. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ LDF, വിശിഷ്യ CPM തിരുവനന്തപുരത്ത് മുഖമടച്ചു കിട്ടിയ അടി മറയ്ക്കാൻ വേണ്ടി വിഫല ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിധി വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. തിരുവനന്തപുരത്ത് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ LDF വിരുദ്ധ തരംഗം, ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു. അതിൻ്റെ പ്രയോജനം UDFന് കിട്ടിയാൽ കുഴപ്പമില്ല. LDFനെ സംബന്ധിച്ചിടത്തോളം UDF മാറിയാൽ LDF, LDF മാറിയാൽ UDF, ഇങ്ങനെ പൊക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. ഇരു ധ്രുവങ്ങളിലായി ധ്രുവീകരിക്കപ്പെട്ട LDF എന്നും UDF എന്നുമുള്ള രണ്ട് ധ്രുവങ്ങളിലായി ധ്രുവീകരിക്കപ്പെട്ടിരുന്ന കേരള രാഷ്ട്രീയത്തിലേക്ക് ആകസ്മികമായി കടന്നു വന്നതല്ല BJP. വർഷങ്ങളായിട്ട് പണിയെടുത്ത് താഴെ തട്ടിൽ പ്രവർത്തിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ വിജയിച്ച് കയറി വന്നതാണ് BJP നേതൃത്വത്തിലുള്ള NDA മുന്നണി കേരളത്തിൽ ഉണ്ടെങ്കിലും ഫലത്തിൽ BJP മാത്രമേ ഉള്ളൂ. BDJSനൊന്നും ഞാൻ വലിയ പ്രസക്തി കേരളത്തിൽ കാണുന്നില്ല. അവർക്ക് BJPക്ക് കാര്യമായ സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടുമില്ല. അതിൻ്റെ നേതാക്കൾ SNDPയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അടക്കം അങ്ങനെയല്ലെന്നും ഞങ്ങളുടെ ബലം കൊണ്ടാണ്, ഞങ്ങളുടെ കരുത്തുകൊണ്ടാണ് BJP ജയിച്ചു കയറിയതെന്നുമൊക്കെ അവകാശപ്പെടുമെങ്കിലും സൂക്ഷ്മമായി കണക്കുകൾ പരിശോധിച്ചാൽ അത് അങ്ങനെയല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അത് മറ്റൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ BJP കൊണ്ടും കൊടുത്തും താഴെത്തട്ട് മുതൽ വളർന്ന് ഇന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കനത്ത പ്രഹരം അതാണ്. UDF കേരളത്തിലെമ്പാടും കൊയ്തെടുത്ത വിജയമല്ല LDFനെ അലോസരപ്പെടുത്തുന്നത്, ആശങ്കപ്പെടുത്തുന്നത്, ഭയപ്പെടുത്തുന്നത്. മറിച്ച് തിരുവനന്തപുരത്ത് BJP നഗരഭരണം പിടിച്ചിരിക്കുന്നു. സാക്ഷാൽ പിണറായി വിജയന്റെ മൂക്കിന് താഴെയാണിത് സംഭവിച്ചിരിക്കുന്നത്. LDFന്, CPMന് ഉറക്കം നഷ്ടപ്പെടാൻ ഇതിലും വലുത് വേണോ? ഇത് മാത്രമല്ല, കേരളത്തിലെമ്പാടും BJP പതുക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഗ്രാമപഞ്ചായത്തുകൾ ഭരണം പിടിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വിജയിക്കുന്നു. ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വിജയിച്ചു കയറാൻ BJPക്ക് സാധിച്ചില്ലെങ്കിലും വളരെ കൃത്യമായിട്ട് ഗ്രാമപഞ്ചായത്തുകളിൽ അതിൻ്റെ അടിത്തറ ഇട്ട് കഴിഞ്ഞു. വളരെ ബലവത്തായ കരുത്തുള്ള അടിത്തറ BJP ഇട്ട് കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിലാണ് കൂനിന്മേൽ കുരു എന്നതുപോലെ ആന്റണി രാജുവിൻ്റെ കേസ് വിധിയാകുന്നത്. ഇത് ഇത്രയും വലിയ തിരിച്ചടിയാകും എന്ന് LDFും CPMും കരുതിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരു മുന്നൊരുക്കങ്ങളും ഇത് നേരിടാൻ വേണ്ടി നടത്തിയിരുന്നില്ല എന്നും വ്യക്തമാണ്. എന്തായാലും ഈ വിധിയെ മറികടക്കാൻ LDF, CPM വെള്ളം കുടിക്കും എന്ന് തീർച്ചയാണ്. ഈ മാസം 20-ാം തീയതി ആരംഭിക്കുന്ന നിയമസഭയുടെ ബജറ്റ് സമ്മേളനത്തിൽ ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ നടത്തി നഷ്ടപ്പെട്ട ജനപിന്തുണ അല്പമെങ്കിലും വീണ്ടെടുക്കാം എന്നായിരുന്നു പിണറായി സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകളെ വലിയ രീതിയിൽ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ആന്റണി രാജുവിനെതിരായ വിധി നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിധി വന്നപ്പോൾ തന്നെ ആന്റണി രാജു അയോഗ്യനാക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ആ വിധിയുടെ പകർപ്പ് നിയമസഭാ സെക്രട്ടറിക്ക് ലഭിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ആന്റണി രാജു കേരള നിയമസഭയിൽ നിന്ന് പുറത്താകാൻ. ഫലത്തിൽ അദ്ദേഹം പുറത്താണ്. അദ്ദേഹത്തിന് രാജിവെക്കാൻ പോലും കഴിയില്ല. കാരണം കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടുകൂടി 3 വർഷത്തേക്കുള്ള ശിക്ഷ കോടതി കൊടുത്തതോടുകൂടി അതിൽ അപ്പീൽ കൊടുക്കാനുള്ള സമയമൊക്കെ അനുവദിച്ചു, ജാമ്യം കൊടുത്തു, ഒക്കെ ശരിയാണ്. പക്ഷേ ഫലത്തിൽ ആന്റണി രാജു MLA അല്ലാതായി മാറി. ഇവിടെ ആന്റണി രാജു MLA അല്ലാതായി മാറുമ്പോൾ
കുരുക്ക് മുറുകുന്നത് LDFിനാണ്, CPMനാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ സ്വഭാവം അതാണ്. ലത്തീൻ കത്തോലിക്ക വോട്ടുകൾ നിർണായക ശക്തിയായിരിക്കുന്ന തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം ആന്റണി രാജുവിനെ പോലൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായിരുന്നു. 2016 നമുക്കറിയാം, അവിടെ VS ശിവകുമാർ, മന്ത്രിയായിരുന്ന VS ശിവകുമാർ മത്സരിക്കുകയും ശക്തമായ ഒരു ഇടത് അനുകൂല തരംഗം ഉണ്ടായിരുന്നിട്ട് പോലും ശിവകുമാർ അവിടെ ജയിച്ചു കയറുകയും ചെയ്തു. അതിന് കാരണം നായർ വോട്ടുകളും ഒപ്പം ലത്തീൻ കത്തോലിക്കരുടെ വോട്ടുകളുമാണ്. സാക്ഷാൽ ശ്രീമാൻ AK ആന്റണി തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശ ദിവസം, പര്യടനത്തിന്റെ കൊട്ടിക്കലാശ ദിവസം VS ശിവകുമാറിനോടൊപ്പം തീരദേശ റോഡുകളിലൂടെ ഒരു വലിയ റോഡ് ഷോ നടത്തി. അങ്ങനെ ആ റോഡ് ഷോ നടത്തുകയും ഇത് നമ്മുടെ സ്ഥാനാർത്ഥിയാണെന്ന് AK ആന്റണി അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിനെ വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. തത്ഫലമായിട്ടാണ് അന്ന് ആന്റണി രാജുവിന് എതിരായ ഒരു വികാരം രൂപപ്പെട്ട് VS ശിവകുമാറിന് അനുകൂലമായി ഭവിച്ചത്. അന്ന് ഏതാണ്ട് 10,000 ചില്ലുവാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് VS ശിവകുമാർ ജയിച്ചു കയറിയത്. അന്ന് BJP കരുത്തനായ ക്രിക്കറ്റ് താരം ശ്രീശാന്തിനെയാണ് നിയോഗിച്ചത്. അദ്ദേഹം നല്ല രീതിയിൽ വോട്ട് പിടിച്ചു. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10-38,000 വോട്ട് അദ്ദേഹം പിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ആന്റണി രാജു, ശ്രീശാന്ത് 3ാം സ്ഥാനത്തേക്ക് പോയെങ്കിലും ആന്റണി രാജു 2ാം സ്ഥാനത്ത് എത്തിയെങ്കിലും 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ശിവകുമാർ അന്ന് ജയിച്ചത്. അതേ ശിവകുമാർ 2021 തോറ്റു. 7,000 ചില്ലുവാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ആന്റണി രാജു ജയിച്ചു. കാരണം അന്ന് ലത്തീൻ കത്തോലിക്കർ ശിവകുമാറിനെ പിന്തുണച്ചില്ല. BJP ആകട്ടെ ശ്രീശാന്തിനെ മാറ്റി നടൻ കൃഷ്ണകുമാറിനെ രംഗത്തിറക്കുകയും പതിവ് പോലെ കൃഷ്ണകുമാർ ഏതാണ്ട് 35,000-ഓളം വോട്ടുകൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് തിരുവനന്തപുരത്ത് സ്ഥായിയായി BJPയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്നു. തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ അങ്ങനെ BJP കൃത്യമായിട്ട് അവിടെ വോട്ടുകൾ നേടിയെടുക്കുമ്പോൾ ലത്തീൻ വോട്ടുകൾ നിർണായകമാണെന്ന് കണക്കുകൂട്ടാൻ വലിയ രാഷ്ട്രീയ അഭ്യാസമൊന്നും നടത്തണ്ട. ആർക്കും ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകും അത്. ആ ലത്തീൻ വോട്ടുകൾ നഷ്ടപ്പെട്ടപ്പോഴാണ് ശിവകുമാർ തോൽക്കുകയും ആന്റണി രാജു ജയിക്കുകയും ചെയ്തത്. ഇക്കുറി അതിന് വലിയ തിരിച്ചടി കൊടുത്തിരിക്കുകയാണ് ഈ കോടതി വിധി. ഇനി ആന്റണി രാജുവിനെ മത്സരിപ്പിക്കാൻ കഴിയില്ല. പകരം ഒരു ലത്തീൻ കത്തോലിക്കനെ തന്നെ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ്, ഗതികേടിലാണ് CPM. മറ്റൊരാളെ ആ മണ്ഡലത്തിലേക്ക് നിയോഗിച്ചാൽ തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഭരണവിരുദ്ധ വികാരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ LDF വിരുദ്ധ തരംഗം ആഞ്ഞടിക്കുന്ന CPMനെ വെറുക്കുന്ന ഒരു അവസ്ഥയിൽ നിലകൊള്ളുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം തീർച്ചയായിട്ടും UDFനും കോൺഗ്രസിനും അനുകൂലമാണ്. അവർ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ജയിച്ചു കയറും. ഒരു വശത്ത് BJP മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലത്തിലെ നായർ വോട്ടുകൾ മുഴുവനും കൊണ്ടുപോകും. അതോടുകൂടി ലത്തീൻ കത്തോലിക്കരുടെ വോട്ടുകൾ നിർണായകമായി മാറും. അത് ലഭിക്കുന്നയാൾ ജയിക്കും എന്ന് മനസ്സിലാക്കാൻ വലിയ രാഷ്ട്രീയ സാക്ഷരതയൊന്നും ആവശ്യമില്ല. ഇതാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥിതി. ഇവിടെ കരകയറാൻ കൈകാലിട്ടടിക്കുകയാണ് CPMഉം LDFും. ആന്റണി രാജുവിന് എതിരെ വന്ന വിധി സത്യത്തിൽ CPMനെയും LDFനെയുമാണ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. ഇത് കേവലം തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിലെമ്പാടും, പ്രത്യേകിച്ചും തീരദേശ മണ്ഡലങ്ങളായ കോവളം, അതുപോലെ നെയ്യാറ്റിൻകര, അതുപോലെ തന്നെ ഈ കഴക്കൂട്ടത്തിൻ്റെ ചില ഭാഗങ്ങൾ, ഇവിടെയെല്ലാം തീരദേശ വാർഡുകളുണ്ട്. അവിടെയെല്ലാം ഈ വിധി വലിയ രീതിയിൽ LDFന് അല്ലെങ്കിൽ CPMന് തിരിച്ചടിയാകും. അതേസമയം അത് UDFന് അനുകൂലമാകും. ഇവിടെയെല്ലാം BJP തങ്ങളുടെ സ്ഥിരം വോട്ടുകൾ പിടിച്ചെടുക്കുകയും കൂടുതൽ മുന്നേറുകയും ചെയ്യും. ശക്തമായ ത്രികോണ മത്സരം ഈ തിരുവനന്തപുരത്തും അതുപോലെ കഴക്കൂട്ടത്തും അതുപോലെ തന്നെ കോവളത്തും നെയ്യാറ്റിൻകരയിലുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അങ്ങനെയെങ്കിൽ അത് LDFന് വലിയ ദോഷം ചെയ്യും. BJPയുടെ മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യും. UDFൻ്റെ വിജയം ചിലയിടത്തെങ്കിലും അത് UDFനെ വിജയിപ്പിക്കാൻ ആ ഒരു കാര്യം പ്രാപ്തമാണ് എന്നും കൂടി നമുക്ക് ഇവിടെ വിലയിരുത്താൻ കഴിയും. എന്തായാലും തിരഞ്ഞെടുപ്പിന് ഇനി അധിക ദിവസമില്ല.
വൈകാതെ തന്നെ ഈ മാസം 20-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപനത്തോടുകൂടി നമ്മുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ് നിയമസഭയുടെ. നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെ രാഷ്ട്രീയ അടവുകളാണ് ഇവിടെ പയറ്റപ്പെടാൻ പോകുന്നത്. LDFും UDFും BJPയും എങ്ങനെയാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ പാർട്ടികളും മുന്നണികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം.